ജോബിൻ്റെ പുസ്തകം അധ്യായം 25. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ശൂഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്, എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്നു ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ, അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ, പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? അധ്യായം 26. ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞു, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു, ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. ബുദ്ധിഹീനന് നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായ യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു. ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്നും പുറപ്പെട്ടത്? അധോലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിൻ്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു, നരകത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു, ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് തൻ്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു, തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു, അവിടുത്തെ ശാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി, തൻ്റെ ജ്ഞാനത്താൽ റാഹാബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? അധ്യായം 27. ജോബ് തുടർന്നു, എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണേ, എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം, എൻ്റെ അധരം വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവെടിയുകയില്ല. നീതിനിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും, അത് കൈവിട്ടു പോകാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ഹൃദയം കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എതിരാളി അധർമ്മിയെ പോലെയും ആയിരിക്കട്ടെ. ദൈവം അധർമ്മിയെ വെട്ടിനീക്കുമ്പോൾ, അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും? കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ? അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും, സർവശക്തൻ്റെ ഉദ്ദേശ്യം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ. എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ. അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിനിരയാകാൻ വേണ്ടിയാണ്. അവൻ്റെ സന്തതികൾക്ക് വേണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല. അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും, അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി കുന്നുകൂട്ടിയാലും കളിമണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ. നീതിമാന്മാർ അത് ധരിക്കും, നിഷ്കളങ്കർ വെള്ളി പങ്കിടും. അവൻ്റെ ഭവനം ചിലന്തിവല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ്. ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു, എന്നാൽ ഇനിയൊരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല. ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും. വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും. രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചുകൊണ്ട് പോകുന്നു, കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു. അവൻ പോയി സ്വസ്ഥാനത്തു നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു. അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റിയടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.